രാജ്യത്തെ തൊടാൻ നിലവിൽ നമ്മുടെ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. സൈനികരുടെ എണ്ണം, സൈനിക ഉപകരണങ്ങൾ, സാമ്പത്തിക സ്ഥിരത, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് ഈ ലോകത്തിലെ വെച്ച് ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളൊക്കെയാണ് പട്ടികയിൽ ഇടം നേടിയത്. എന്തിനധികം പറയുന്നു, ഏറെ പിന്നിലായിരുന്ന പാകിസ്ഥാൻ പോലും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും? നമുക്ക് പരിശോധിക്കാം. അവരുടെ മികച്ച പ്രതിരോധ സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കി ശക്തമായ സായുധ സേന, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് കാരണം ആഗോളതലത്തിൽ തന്നെ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. രാജ്യങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെടുകയും ആഗോള സുരക്ഷയ്ക്ക് ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു എന്നതിന് അവരുടെ ശക്തമായ സൈനികർ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച 10 ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. 10ാം സ്ഥാനത്തുള്ള ഇറ്റലി 0.1863 എന്ന പവർ ഇൻഡെക്സിന് അർഹരായി സൈനിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നു. മുൻനിര ആഗോള സേനകർ, ഏരിയൽ ടാങ്കർ, വിമാനങ്ങളുടെ ശക്തമായ കപ്പൽ, ഹെലികോപ്റ്റർ എന്നിവയാൽ ഇറ്റലി അവരുടെ സൈനിക ശേഷി ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുകയാണ്. അതുപോലെ തന്നെ ആക്രമണ വിമാനശേഷി, പ്രവർത്തനക്ഷമമായ വിമാനവാഹിനി കപ്പൽ, യുദ്ധക്കപ്പലുകളുടെ എണ്ണം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആക്രമണ ഹെലികോപ്റ്ററുകളായി നിയോഗിക്കപ്പെട്ട 58 എണ്ണം ഉൾപ്പെടെ 404 ഹെലികോപ്റ്ററുകളുടെ ഒരു നിര തന്നെ ഇറ്റലിക്കുണ്ട്. കൂടാതെ രാജ്യം 2 വിമാനവാഹിനി കപ്പലുകളും വഹിക്കുന്നുണ്ട്. 9ാം സ്ഥാനത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാകിസ്ഥാനാണ്. ആദ്യ 10ൽ ഇടം നേടിയ പാകിസ്ഥാൻ 0.1711 എന്ന പവർ ഇൻഡെക്സുമായി 9ാം സ്ഥാനത്താണ്. ഇത് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷിയും സ്വാധീനവും എടുത്തു കാണിക്കുന്നു. 2024 ജനുവരിയോടെ 3700-ലധികം ടാങ്കുകൾ, 1400 സൈനിക വിമാനങ്ങൾ, 9 പ്രവർത്തന അന്തർവാഹിനികൾ, 6,54,000 സജീവ സൈനിക ഉദ്യോഗസ്ഥരുടെ ശക്തമായ സേനയെന്ന് ഉൾപ്പെടുന്ന ഗണ്യമായ ആയുധ ശേഖരം പാകിസ്ഥാന്റെ കൈവശമുണ്ട്. എന്നിരുന്നാലും റാങ്കിങ്ങിൽ പാകിസ്ഥാന്റെ കൈയേറ്റം അതിന്റെ സൈനിക ശക്തി കൊണ്ട് മാത്രം ആരോപിക്കപ്പെട്ടതല്ല. ഗ്ലോബലിന്റെ ഈ വിലയിരുത്തൽ കൂടുതൽ സമഗ്രമായ ഘടകങ്ങളെ പരിഗണിച്ചു. പ്രത്യേകിച്ചും പ്രകൃതി വിഭവങ്ങൾക്കും ഭൂമിശാസ്ത്രപരമായ സാമീപ്യത്തിനും ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളിൽ തന്നെ സൈനിക സേവനത്തിന് യോഗ്യരായ മൊത്തം ജനസംഖ്യ, മൊത്തത്തിലുള്ള സജീവ സൈനിക ശക്തി, വിമാനക്കപ്പലിന്റെ മൊത്തത്തിലുള്ള ശക്തി എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. 8ാമത് തുർക്കിയാണ്. 0.1697 എന്ന പവർ ഇൻഡെക്സുമായി തുർക്കി 8ാം സ്ഥാനം ഉറപ്പിച്ചു. ശക്തവും തന്ത്രപരമായ നിലയുറപ്പിച്ചതുമായ സൈനിക ശക്തി നിലനിർത്തി. ഇതിലൂടെ തുർക്കിയുടെ സൈനിക ശക്തി അതിന്റെ ഗണ്യമായ ഉദ്യോഗസ്ഥരും ഗണ്യമായ പ്രതിരോധ ബജറ്റും പ്രകടമാക്കി. മൊത്തം 8,83,900 സൈനികരും 40 ബില്യൺ സൈനിക ചെലവുകളുമുള്ള തുർക്കിയുടെ സായുധ സേന വിവിധ പ്രതിരോധ പ്രവർത്തന ആവശ്യങ്ങൾക്ക് സജ്ജമാണ്. ഗ്ലോബൽ ഫയർ പവർ ഓർഗനൈസേഷൻ വിലയിരുത്തിയതുപോലെ ആഗോള സൈനിക റാങ്കിങ്ങിൽ തുർക്കിയുടെ പ്രമുഖ നിലയെ ഈ ഉറച്ച സൈനിക ശേഷി അടിവരയിട്ട് കാണിക്കുന്നു. 7ാം സ്ഥാനത്ത് ജപ്പാനാണ്. സുസജ്ജവും സാങ്കേതികമായി പുരോഗമിച്ചതുമായി സൈനിക ശക്തി നിലനിർത്തിക്കൊണ്ട് 0.1601 എന്ന പവർ ഇൻഡെക്സുമായി ജപ്പാൻ 7ാം സ്ഥാനം ഉറപ്പിച്ചു. 1400 സൈനിക വിമാനങ്ങളും 1,11,000-ലധികം വാഹനങ്ങളുടെ ഒരു വലിയ കപ്പലും ഉൾക്കൊള്ളുന്ന ഒരു സുപ്രധാന ആയുധ ശേഖരം ജപ്പാന്റെ സൈനിക ശക്തിയെ എടുത്തു കാണിക്കുന്നു. ഗ്ലോബലിന്റെ വിലയിരുത്തലുകൾ പ്രകാരം ഈ വിപുലമായ ശക്തി പ്രകടനം ശ്രദ്ധേയമായ പവർ ഇൻഡെക്സ് സ്കോറിന് കാരണമായി. ജപ്പാന്റെ ശ്രദ്ധേയമായ സൈനിക വൈദഗ്ധ്യവും ഇതിലൂടെ കാണിക്കുന്നുണ്ട്. 6 യുണൈറ്റഡ് കിങ്ഡം അഥവാ UK. 6ാം സ്ഥാനം വഹിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം അതിന്റെ സ്ഥിരമായ പ്രതിരോധ നിക്ഷേപങ്ങളും തന്ത്രപരമായ കഴിവുകളും പ്രതിഫലിപ്പിക്കുന്നു. 0.1443 പവർ ഇൻഡെക്സ് ഉള്ള ശ്രദ്ധേയമായ ഒരു സൈനിക സേനയെ നിലനിർത്തുന്നു. നിലവിൽ UKക്ക് 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്. അവ ചൈന, ഇറ്റലി, ഇന്ത്യ എന്നിവയുമായി യോജിക്കുന്നു. ആക്സസ് ചെയ്യാവുന്ന തുറമുഖങ്ങളുടെ മൊത്തത്തിലുള്ള എണ്ണവും അതിന്റെ ഏരിയൽ ടാങ്കർ എയർക്രാഫ്റ്റ് ഫ്ലീറ്റിന്റെ ഗുണനിലവാരവും ഉൾപ്പെടെ വിവിധ വശങ്ങളിൽ ഗ്ലോബൽ നടത്തിയ വിലയിരുത്തലിൽ UK മികച്ച 10 രാജ്യങ്ങളിലാണ് ഇടം നേടിയത്. 5ാം സ്ഥാനം ദക്ഷിണ കൊറിയ. 5ാം സ്ഥാനത്ത് സ്ഥാനം നേടിയ ദക്ഷിണ കൊറിയ 0.1416 എന്ന പവർ ഇൻഡെക്സ് ഉപയോഗിച്ച് ശക്തമായ സൈനിക വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു. ദക്ഷിണ കൊറിയ ശക്തമായ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. ഗ്ലോബൽ നടത്തിയ വിലയിരുത്തലുകളിൽ എയർക്രാഫ്റ്റ് ഫ്ലീറ്റ് ശക്തി, കവചിത യുദ്ധവാഹന കപ്പലുകളുടെ ശക്തി, ഹെലികോപ്റ്റർ തുടങ്ങിയ വിഭാഗങ്ങളിൽ ദക്ഷിണ കൊറിയ ലോകത്തിന് മുന്നിൽ മുൻനിരയിലാണ്. 112 ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 1,33,000 വാഹനങ്ങളും 739 ഹെലികോപ്റ്ററുകളും അടങ്ങുന്ന ഗണ്യമായ ആയുധ ശേഖരം രാജ്യത്തിനുണ്ട്. 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. 4ാം സ്ഥാനത്ത് ശ്രദ്ധേയമായ മുദ്ര പതിപ്പിച്ച ഇന്ത്യ, അതായത് നമ്മുടെ രാജ്യം
0.1023 പവർ ഇൻഡെക്സ് നേടി ഗണ്യമായ സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നു. ഇന്ത്യയുടെ സായുധ സേന അസാധാരണമായ വളർച്ചയും ശക്തമായ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും പ്രകടമാക്കുന്നു. ഇന്ത്യയുടെ സ്വാധീനം അതിന്റെ ഗണ്യമായ ജനസംഖ്യാ കണക്കുകളിലൂടെ സ്ഥാപിക്കപ്പെടുന്നു. ഗ്ലോബൽ നടത്തിയ വിലയിരുത്തലിൽ ലഭ്യമായ മനുഷ്യശക്തി, സജീവവും വൈവിധ്യപൂർണവുമായ സൈനിക തൊഴിലാളികൾ, അർദ്ധ സൈനിക വിഭവങ്ങളുടെ ഗുണനിലവാരം എന്നിവ കാരണം ഇന്ത്യ ഒരു പ്രമുഖ സ്ഥാനം തന്നെ നേടിയെടുത്തു. ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ലഭ്യമായ മനുഷ്യശക്തി 653 ദശലക്ഷം വ്യക്തികളെ കവിഞ്ഞു എന്നാണ്. ഇത് രാജ്യത്തെ ജനസംഖ്യയുടെ 47% വരും. കൂടാതെ ഏകദേശം 1.5 ദശലക്ഷം സജീവ സൈനികർ ഉൾപ്പെടുന്ന ഒരു സേനയെ ഇന്ത്യ പരിപാലിക്കുന്നതും റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. മൂന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. മൂന്നാം സ്ഥാനം കൈവശപ്പെടുത്തി ചൈനയ്ക്ക് 0.0706 പവർ ഇൻഡെക്സ് ഉള്ള കാര്യമായ സൈനിക ശക്തിയുണ്ട്. ഇത് നിന്റെ വിപുലമായ പ്രതിരോധ ശേഷിയെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായ മുന്നേറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. 2024 ഏപ്രിൽ വരെ ആഗോള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈനയുടെ സൈനിക അധികാരം 761 ദശലക്ഷത്തിലധികം വ്യക്തികളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ്. കൂടാതെ 50 വലിയ യുദ്ധക്കപ്പലുകളും 78 അന്തർവാഹിനികളും ഉൾപ്പെടെ വിവിധ സൈനിക വിഭവങ്ങൾ ചൈനയ്ക്കുണ്ട്. വിദഗ്ധരുടെ വിലയിരുത്തലുകൾ ചൈനയുടെ സൈനിക ശേഷിയുടെ കരുത്തിനെ പ്രതിനിധീകരിക്കുന്നതിന് 0.072 എന്ന കരുത്ത് സ്കോർ നൽകുന്നു. 2 റഷ്യയാണ്. രണ്ടാം സ്ഥാനത്തെത്തിയ ശേഷം റഷ്യ ശക്തമായ സൈനിക വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു. 0.0714 എന്ന പവർ ഇൻഡെക്സ് സുരക്ഷിതമാക്കുകയാണ്. അതിന്റെ സൈനിക ശക്തി പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയിലും ആയുധങ്ങളിലും ആഗോള സ്വാധീനമായി തുടരുന്നു. വിമാനത്തിന്റെയും നാവിക ശക്തിയുടെയും കാര്യത്തിൽ റഷ്യക്ക് പ്രശംസനീയമായ സ്ഥാനമുണ്ട്. ഉക്രൈനിലെ സംഘർഷത്തിനിടെ വെല്ലുവിളികൾ നേരിട്ടുവെങ്കിലും റഷ്യ ശക്തമായ നാവികസേന നിലനിർത്തുന്നുണ്ട്. ഏകദേശം 4100 വിമാനങ്ങളുള്ള റഷ്യ അന്താരാഷ്ട്ര സൈനിക ഭൂപ്രകൃതിയിൽ ഒരു പ്രധാന ഇടം തന്നെ നേടിയെടുത്തിട്ടുണ്ട്. ഒന്നാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഉയർന്ന സ്ഥാനം വഹിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ സൈനിക സേനയെ നയിക്കുന്നു. ഗ്ലോബൽ ഫയർ പവർ അനുസരിച്ച് 0.0699 പവർ ഇൻഡെക്സ് ഉപയോഗിച്ച് പ്രതിരോധ സാങ്കേതിക വിദ്യകളിലും സായുധ സേനയിലും സമാനതകളില്ലാത്ത കഴിവുകൾ ഇത് പ്രകടമാക്കുന്നു. ഇതിൽ കണക്കാക്കിയ എയർ ഫ്ലീറ്റ് വലിപ്പം, ആയുധപ്പുരയിലെ കപ്പലുകളുടെ എണ്ണം, ഗതാഗത ടാസ്ക് ഫോഴ്സിന്റെ ശക്തി എന്നിവ ഉൾപ്പെടുന്നു. 92 യുദ്ധക്കപ്പലുകൾ, 11 വിമാനവാഹിനി കപ്പലുകൾ, 13,300 വിമാനങ്ങൾ, 983 ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് രാജ്യത്തിന്റെ സൈനിക ആയുധ ശേഖരം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ചെലവ് നേട്ടം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. മൊത്തം 831 ബില്യൺ ബജറ്റിലാണ് ഇവർ സൈനിക ശേഷിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് 227 ബില്യൺ ബജറ്റിൽ പ്രവർത്തിക്കുന്നതിനാൽ ചൈനയുടെ പ്രതിരോധ ബജറ്റിന്റെ 3 ഇരട്ടിയിലധികം വരും. ഇതിലൂടെ തന്നെ അമേരിക്കയുടെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 10 രാജ്യങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതെന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇങ്ങനെ പട്ടികപ്പെടുത്തിയത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് ഗ്ലോബൽ മിലിറ്ററി റാങ്കിംഗ് സിസ്റ്റം ആണ്. ഗ്ലോബൽ ഫയർ പവർ അഥവാ GFP നിർണയിച്ചതും പവർ ഇൻഡെക്സ് വഴി പ്രകടിപ്പിക്കുന്നതുമായ ഗ്ലോബൽ മിലിറ്ററി റാങ്കിംഗ് ലോകമെമ്പാടുമുള്ള നേഷൻസ് സൈനിക കഴിവുകളെ കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു. ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന 60ലധികം ഘടകങ്ങളുടെ വിശദമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിംഗ്. അപ്പോൾ സ്വാഭാവികമായും പവർ ഇൻഡെക്സ് എന്താണെന്ന ചോദ്യം നിങ്ങൾക്ക് വന്നേക്കും. പവർ ഇൻഡെക്സ് എന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഖ്യാ സ്കോറാണ്. കുറഞ്ഞ പവർ ഇൻഡെക്സ് സ്കോർ ശക്തമായ സൈന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഒരു തികഞ്ഞ പവർ ഇൻഡെക്സ് മൂല്യം 0.000 ആയിരിക്കും. അത് യാഥാർത്ഥ്യമായി നേടാനാവില്ലെന്നാണ് GFP പറയുന്നത്. സൈനിക യൂണിറ്റുകളുടെ അളവും ശേഷിയും, പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ, ലോജിസ്റ്റിക് കഴിവുകൾ, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നിവയെല്ലാം അതിലേറെയും ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഈ സ്കോറിംഗ് സിസ്റ്റം പരിഗണിക്കുന്നുണ്ട്. കളിക്കളത്തെ സമനിലയിലാക്കാനുള്ള കഴിവാണ് GFPയുടെ റാങ്കിങ്ങിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന്. നൂതന സൈനിക സാങ്കേതിക വിദ്യകളുള്ള ചെറിയ രാജ്യങ്ങൾക്ക് വലുതും സാങ്കേതികമായി പുരോഗമിച്ചതുമായ രാജ്യങ്ങളുടെ അതേ പ്ലാറ്റ്ഫോമിൽ മത്സരിക്കാൻ സാധിക്കും. ഈ തുല്യമായ സമീപനം ആഗോളതലത്തിൽ സൈനിക കഴിവുകളെ കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ അനുവദിക്കുന്നു. അതുപോലെ തന്നെ GFP റാങ്കിംഗ് ചലനാത്മകവുമാണ്. അത് വർഷം തോറും വികസിക്കും. ബോണസുകളും പെനാൽറ്റികളും പോലുള്ള പ്രത്യേക മോഡിഫയറുകൾ ഉൾപ്പെടെ റാങ്കിങ്ങിനെ കൂടുതൽ പരിഷ്കരിക്കുന്നു. ഈ മോഡിഫയറുകൾ സൈനിക തന്ത്രങ്ങളിലെ മാറ്റങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റുകൾ, GFP ഫോർമുലയിലേക്കുള്ള അപ്ഡേറ്റുകൾ എന്നിവ പരിഗണിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അമ്പരപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.